ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ടുണ്ടല്ലോ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കതിന് ഇളക്കി കൊടുക്കാം. 1 കിലോ ചിക്കനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴല്ലോ ഞാനൊരു 4 സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റുമ്പോഴുണ്ടല്ലോ കുറച്ച് ഉപ്പൂടെ ചേർത്ത് അത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ഒരു 4 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ട 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, പിന്നെ വേണ്ട ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇച്ചിരി അരി കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ഇടാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത തക്കാളിയാണ്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി നമുക്ക് ഈ ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് അതിൻ്റെ അരപ്പിനകത്ത് കിടന്ന് ഈ ടൊമാറ്റോ ഒന്ന് നല്ലതുപോലെ വേകട്ടെ. അരപ്പിൻ്റെ ഉണ്ടല്ലോ പച്ചച്ചവയൊക്കെ മാറി അത് നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത്
ചിക്കൻ ചേർത്തിട്ടുണ്ടെന്ന് അത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഉപ്പൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കും. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് ചിക്കന് ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുമ്പോഴുണ്ടല്ലോ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ പിടിക്കും കേട്ടോ. പിന്നെ ആ ചിക്കനിലുണ്ടല്ലോ, ചിക്കനിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും, അതാണ് നല്ല റോസ്റ്റ് ആയിക്കോളും. ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ്റെ നല്ല റോസ്റ്റായിട്ട് നല്ല കളറായി വരും കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം.